ഹായ് 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 ഗൈസ്. നമ്മളൊരു യാത്ര പോവുകയാണ്. അതെ, യാത്ര പോവുകയാണ്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. വ്ളോഗൊന്നും അങ്ങനെ അധികം കാണുകയില്ല. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു യാത്രയാണ്. ഞാനിപ്പോൾ കോഴിക്കോടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയടേ, പറയൂ. ചിരിച്ചോണ്ടിരിക്കാതെ പറയാൻ എന്തെങ്കിലും. ഓക്കെ, ശരി. ലക്ഷ്യം പക്ഷെ നമ്മൾ ബിരിയാണി കഴിക്കാനല്ല കോഴിക്കോട് പോകുന്നത്. അതിന്റെ പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ല, ഒരു ചെറിയ കാര്യമുണ്ട്. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് അല്ലേ? വലിയ കാര്യമാണ്. കാരണം പാട്ടുവർത്താനം എന്ന് പറയുന്ന പേജ് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ഷോ ആയിട്ട് ചെയ്യുന്നത്. പാട്ടുവർത്താനം ഷോ ലൈവായിട്ട് ചെയ്യുന്നത്. ഞാൻ സാധാരണ മൊബൈൽ സ്ക്രീനിലാണല്ലോ നമ്മൾ കണ്ടുപരിചയം. അത് വിട്ടിട്ട് നേരിട്ട് ആളുകളുമായിട്ട് ചില പാട്ടുവർത്താനങ്ങളൊക്കെ പറയാനും പാടാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടൊരു പാട്ടുവർത്താനം ഷോ ലൈവായിട്ട് സ്റ്റേജിൽ ചെയ്യുകയാണ്. എൻ്റെ ഒപ്പം ഗ്രാമഫോൺ ബാൻഡുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് കോഴിക്കോട് KLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. DC ബുക്സിൻ്റെ ഫെസ്റ്റിവലാണ്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണെന്നാണ് പറയുന്നത്. അപ്പം അവർ മറ്റന്നാൾ പ്രോഗ്രാം തുടങ്ങിയാണ്. നാളെ നമ്മുടെ പാട്ടുവർത്താനത്തിനൊരു സ്റ്റേജ് ഉണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം KLFൽ സ്പീക്കറായിട്ട് പോയിരുന്നു. എന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ നിതീഷ് നടേരി എന്ന് പറഞ്ഞ് ആകാശമായവളെ പാട്ടെഴുതിയ പുള്ളിയായിരുന്നു അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് സ്റ്റേജിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വർഷമായപ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചനയിലാണ് ഇങ്ങനൊരു ഐഡിയ DCയിലെ തന്നെ രാമദാസ് രാജൻ പറയുന്നതും നമ്മളങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ ഇരുന്ന് പാട്ടുവർത്താനം പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് ഈ യാത്രയിൽ. നമ്മൾ രാവിലെ അവിടെ തിരിച്ചതാണ്. ഇപ്പം ഏകദേശം എവിടെ എത്തിയിടാം? മൂവാറ്റുപുഴ എത്താറായി അല്ലേ? മൂവാറ്റുപുഴ എത്താറായി. യെസ്, അതാണ് വിശേഷം. പിന്നെ അത് പോയിട്ട് കോഴിക്കോട് പോകുന്നതിന് പിന്നിൽ എൻ്റെ കൈ കഴിക്കുന്നു. ഇങ്ങനെയുടെ ഈ വ്ളോഗർമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൈ കഴിക്കാതെ. സ്റ്റാൻഡ് ഉണ്ടല്ലേ? ഓക്കെ, ഗോപ്രോ വാങ്ങാം. അപ്പോൾ ഇതിന് പിന്നിൽ വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. നമ്മുടെ പാട്ടുവർത്താനം ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഞാനൊരു ഗീവ് അവേ ചെയ്തായിരുന്നു നേരത്തെ. അതൊരു ഗിറ്റാർ ആയിരുന്നു. ആ ഡിക്കിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നറിന് നേരിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വിന്നർ കോഴിക്കോടാണ് ഉള്ളത്. ഗോൾഡ സ്റ്റോം എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം അത് പക്ഷേ പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിലെങ്ങാണ്ടാണ് അത് വീഡിയോ ചെയ്തത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഓരോ തവണ അതിങ്ങനെ മാറിപ്പോയി. ആദ്യം നമ്മൾ കോഴിക്കോട് ഇങ്ങനെ വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ആണ് വയനാട് മണ്ണിടിച്ചിലും മഴയും പ്രശ്നങ്ങളൊക്കെ ആയത്. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പോകാനിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ കുട്ടിയുടെ സ്ഥലം മുക്കത്തെങ്ങാണ്ടാണ് കോഴിക്കോട്. അപ്പോൾ അവിടെ വീണ്ടും മണ്ണിടിച്ചിലും മഴയും പ്രശ്നങ്ങളാണ്. അപ്പോൾ വരണ്ട ചേട്ടാന്ന് പറഞ്ഞ് അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു. പിന്നീട് ഞാൻ തൃശ്ശൂർ വരെ പോയി. അപ്പം അവർ തൃശ്ശൂർ വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ തൃശ്ശൂർ പോയി. പക്ഷേ പുള്ളിക്കാരിക്ക് പനി എങ്ങാണ്ടായിട്ട് വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു 3-4 പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇന്ന് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു ഉറപ്പിലാണ് പോകുന്നത്. ഗിറ്റാർ ഡിക്കിയിൽ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ ചെന്ന് ഗോൾഡയെ കണ്ടിട്ട് ആ ഗിറ്റാറും കൊടുക്കണം. ഇതാണ് ഈ നമ്മുടെ ലക്ഷ്യം ഈ കോഴിക്കോട് യാത്രയുടെ. ഇടയ്ക്ക് പെരുമ്പാവൂരെത്തിയപ്പോൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഫുഡ് കഴിക്കാൻ നേരമാണ് വണ്ടി ചാർജ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഫുഡ് കഴിക്കാനുള്ള സമയം ആയുമില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ദൂരം കവർ ആവുകയും ചെയ്തു. ചാർജും കുറവായിപ്പോയി. അങ്ങനെ എന്തായാലും പെരുമ്പാവൂരിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ശരിക്കും ഫുഡ് കഴിക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലുള്ളവർക്ക് കറക്റ്റാണിത്. പക്ഷേ നമ്മുടെ സമയം ഇത്തിരി
നേരത്തെ ആയിപ്പോയി. നമ്മളൊരു 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അതുകൊണ്ട് പിന്നെ കഴിക്കാൻ നിന്നില്ല. ഇതിനിടയ്ക്ക് പാട്ടൊക്കെ കേട്ട് മടുത്തിട്ട് നമ്മൾ സിനിമയുടെ ശബ്ദരേഖ കേൾക്കാൻ തുടങ്ങി. പഴയൊരു നൊസ്റ്റാൾജിയ പിടിച്ചതാണ്. പറക്കും തളിക സിനിമ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ട് അതിൻ്റെ വോയിസ് ഇങ്ങനെ കേട്ട് വിഷ്വൽസ് മനസ്സിൽ കണ്ടായിരുന്നു ഡ്രൈവർ. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് ആർട്ടിവി എന്നെ വിളിച്ചു. ലൈവ് ഷോ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ തൃശ്ശൂർ ബോർഡർ ക്രോസ് ചെയ്തു. അതായത് തൃശ്ശൂരിലേക്ക് കടന്നു. അപ്പം വഴിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു തൃശ്ശൂർ എന്ന്. ആരൊക്കെയോ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ സിറ്റി ട്രാഫിക് പോലീസ്, അങ്ങനെ പല പല ബോർഡുകൾ കണ്ടു. അപ്പോഴേക്കും നല്ല വിശപ്പായി. അങ്ങനെ കൊടകരയുള്ളൊരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അത്യാവശ്യം നമുക്കൊരു വിശ്വസിച്ച് കഴിക്കാവുന്നുള്ളൊരു സ്ഥലമാണല്ലോ കോഫി ഹൗസ് എന്നാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ഇന്ത്യൻ കോഫി ഹൗസിൽ എപ്പോൾ കയറിയാലും നമ്മളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ യൂണിഫോമാണ് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു MJ സൈമൺ എന്ന് പറയുന്ന ഇന്ത്യൻ കോഫി ബോർഡിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഈയൊരു യൂണിഫോം ഡിസൈൻ ചെയ്ത് കൊണ്ടെത്തിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു, ആലുവക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല, സൂപ്പർ ബിരിയാണി. നമ്മൾ എന്താ പറയുക, നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ചില കല്യാണ വീടുകളിലൊക്കെ കിട്ടാറുണ്ട് ഇതുപോലത്തെ ബിരിയാണി. നൈസ് ബിരിയാണി. ഈ റോഡ് വഴി അപ്പുറത്തെ സൈഡിൽ അപ്പോൾ നമുക്ക് കുളത്തിൽ കിടക്കാം. ഇങ്ങനെ കറങ്ങി പോണെന്ന് വിളിച്ചു. ഓക്കെ, അപ്പോഴേ ഇതിൽ ഓൾറെഡി ഒരു ഫാസ്റ്റ് ടാഗ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വണ്ടി എടുത്തപ്പോൾ ചെയ്ത സാധനമാണ്. അതെന്തോ എററായിട്ട് അത് വർക്കായില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വേറെ ഫാസ്റ്റ് ടാഗ് എടുത്തു. ഇതിങ്ങനെ കാണിച്ചെടുക്കും എത്തറവുമ്പോൾ. ഇവിടെ ഭയങ്കര തിരക്കും മറ്റതെന്നൊക്കെ അല്ലേ പറയുന്ന സാധാരണ അല്ലേ? ഇവിടെ ആരുമില്ല. പക്ഷേ ഇപ്പോഴും ഈ കൊള്ളപ്പിരിവ് നിർത്തുന്നില്ല. എത്ര രൂപയുടെ ഇവിടെ വർഷങ്ങളായിട്ടുള്ള പിരിവാണ്. എത്ര രൂപ അറിയാമോ? 85, 90. ഒരു റൂട്ട് 2 പോയി വരാനാ? ഒരു റൂട്ട് മനസ്സിലായി. 85. നമ്മള് തിരുവനന്തപുരത്തുള്ളത് വെച്ച് നോക്കുമ്പോ ലാഭം. അവിടെ 155 രൂപ. അത് എന്തോന്നടേ, അതൊക്കെ അറിയാം. അതാ അത് ഇവിടെ ഉള്ളത് അവനെ വിശ്വസിച്ച് പോയ കുളത്തിൽ കിടക്കേ ഉള്ളൂ. നീ പോയിട്ടുണ്ടോ അതുവഴി? ഓ, ഞാൻ അഖിലും കൂടി അന്ന് പാലക്കാട് പോകുമ്പോഴത്തേക്ക് വെച്ചെടുക്കാം. പിടിക്കൂ മാറ്റി വയ്ക്കണോട്ടോ. പൊങ്ങി. യെസ്, 90 രൂപയാണ് ഇവിടുത്തെ. എവിടെ? പാലിയേക്കരയല്ലേ? പാലിയേക്കര ടോൾ പ്ലാസ അല്ല, പാലിയേക്കര 90 രൂപയാണ് നമ്മൾ പിടിച്ചത്. നമ്മളവിടെ തിരുവല്ലത്ത് ഇതേപോലെ ഒരു ടോൾ പ്ലാസ ഉണ്ട്. അവിടെ 155 രൂപയാണ് ടോള്. വൺ സൈഡ്. ഇത് വൺ സൈഡ് അല്ലേ? 90 രൂപ. ഇതിന്റെ ഇരട്ടി. എന്താണ് ഇത്? യവന്മാര് ഇത് നിർത്തുന്നില്ല അല്ലേ? കുറെ വർഷമായ. പണ്ട് നമ്മുടെ ജേട്ടനൊക്കെ എന്തോ വീഡിയോ ഒക്കെ ഇട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? മറ്റേ സുരഭി ലക്ഷ്മി ഇല്ലേ? PC ജോർജ് കയറി അടിച്ചത്. വണ്ടി ചാടി ഇറങ്ങി. പക്ഷെ അവന്മാർക്ക് അങ്ങനെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപ്പോഴല്ലേ ബംഗാളികളും കണ്ടായിരുന്നു. ഹൈലൈറ്റ് മാൾ, തൃശ്ശൂരിലെ മാളാണ്, വലിയ മാളാണ്. തുടങ്ങിയ അതിനത് തുടങ്ങി. എപ്പോ? ഈ അടുത്ത് തുടങ്ങി. ലുലു എന്ന് എഴുതി വെച്ചെങ്കിലും ലുലുവിന്റെ ഷോപ്പ് ഉണ്ട് അതിനകത്ത്. ഓക്കേ, ജോസ്, കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ. പോടാ. തൃശ്ശൂരെത്തി. അപ്പോൾ വെറുതെ തൃശ്ശൂർ റൗണ്ടിലോട്ടൊന്ന് തിരിച്ചു ഒരു കറക്കം കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇച്ചിരി ടൈം ഉണ്ടായി അകത്ത് കയറാൻ കേട്ടോ. ഞാൻ കേറിട്ടുണ്ട് നേരത്തെ. ഈ തൃശ്ശൂർ ഒരു സിഗ്നലിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് KLFൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ്. പക്ഷേ പെട്ടെന്ന് റോഡും ലാൻഡ്സ്കേപ്പൊക്കെ അങ്ങോട്ട് മാറി. 2 സൈഡും ഫുള്ള് പാടം എന്ന് പറഞ്ഞാൽ ഏക്കറുകളോളം അങ്ങ് നീണ്ടു കിടക്കുകയാണ് പാടം. അതിൻ്റെ നടുക്കൂടെ റോഡിന് ഇരുവശത്തുമായിട്ട് പാടം. പക്ഷെ പെട്ടെന്ന് മാപ്പ് നോക്കി മുന്നോട്ടെത്തിയപ്പോഴത്തേക്കും റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വഴി തിരിച്ചു വിട്ടൊരു പൊളിഞ്ഞ
പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ റോഡിലൊക്കെ. അങ്ങനെ ഒരു റോഡ് എനിക്ക് തോന്നുന്നു കേച്ചേരി അക്കിക്കാടോ അങ്ങനെ എന്തോ റോഡാണ്. വഴി തീർന്നോ ഇതില് ഒന്നും കാണിക്കുന്നില്ല. നല്ല സൂപ്പർ റോഡ്. ഇതിപ്പോൾ നമുക്ക് വഴി തെറ്റിയതാണോ? വഴി തെറ്റിയതല്ല, പണി നടക്കുന്നുണ്ട് തിരിച്ചു വിടുന്നത് തന്നെയല്ലേ? അവിടെ എത്തുമ്പോ അതുപോലെ ഒരു അപ്പുറത്ത് ഇരിക്കും. ഇതുവരെ എന്താണിത്? പഴടഞ്ഞ വീട്. ഇത് മെയിൻ റോഡൊന്നും അല്ലടാ. നമുക്കിതായിട്ട് ലെഫ്റ്റ് കയറി പോകാനാണ് പറയുന്നത്. അങ്ങനെ പോയിട്ട് പോവാം. അവൻ ഒരുപാട് ദൂരം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഓടിച്ചോടിച്ച് അവസാനം ഒരു നല്ല റോഡിൽ വന്ന് കയറി. ഭാരതപ്പുഴയാണെന്ന് തോന്നുന്നു. പുഴയും പാലവും ഒക്കെ കിടന്നപ്പോഴത്തേക്കും വീണ്ടും റോഡ് പണി തന്നു. അതായത് പണി നടക്കുന്ന റോഡാണ് വീണ്ടും. പക്ഷേ ഇത്തിരി ദൂരെ അങ്ങനെ പോകേണ്ടി വന്നു. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. ദി ട്രാൻസിഷൻ വി ആൾ നീഡ് ഇൻ അവർ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയുടെ മുന്നിലൂടെ ഇങ്ങനെ പോയി വീണ്ടും ഈ വഴി തന്നെയാണ്. പണി നടക്കുന്ന നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു ഇത്. അതെ, ഇടയ്ക്ക് സർവീസ് റോഡിലൊക്കെ കയറുമ്പം ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല റോഡാണല്ലോ. നല്ല വീതിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് ബൈപ്പാസ് റോഡൊക്കെ പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് അങ്ങറ്റം നമുക്ക് കോഴിക്കോട് സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. നമ്മളപ്പോൾ കോഴിക്കോട് ഏകദേശം റീച്ചായിരിക്കുകയാണ്. ഇവനൊരു മാസ് എൻട്രി കൊടുക്കാം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തുടങ്ങിയ യാത്രയാണ്. സൂര്യൻ അസ്തമിക്കാറായപ്പോഴേക്കും കോഴിക്കോട് റീച്ചായി. റൂമെത്തി പടപട എല്ലാം റെഡിയായി ഫ്രഷായി നമ്മൾ നേരെ കോഴിക്കോടിൻ്റെ രാത്രി സൗന്ദര്യത്തിലേക്ക് ഇറങ്ങി. കാരണം വേറൊന്നുമല്ല, നാളെ നമ്മുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് അവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്, എങ്ങനെയാണ് സ്റ്റേജ്, എങ്ങനെയായിരിക്കും ഓഡിയൻസ് എല്ലാം ഒന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ KLFൻ്റെ വേദിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നാളെ പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര ഒരു കളർഫുള്ളും ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ആംബിയൻസ് ആയിരുന്നു. ഇത്രയും ആളുകളും ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായി. കാരണം നാളെയും ഇത്രയും ആളുകൾ ഉണ്ടാവുമല്ലോ എന്നൊരു പേടി സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ വന്നു. കാരണം നല്ല ടെൻഷനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ലൈവ് പരിപാടി ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ട്. എന്തായാലും അങ്ങനെ കോഴിക്കോട് ബീച്ചും കോഴിക്കോട് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മൾ രാത്രി നേരത്തെ തന്നെ റൂമിലോട്ട് പോയി. കാരണം നാളെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണമെന്നുണ്ട്. രാവിലെ തിരിച്ചതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുമെങ്കിൽ കാണാം. ബൈ.